എന്താടാ രാത്രി കണ്ടോ അല്ലെ അതെ ഇന്ന് ഫുള്ള് കപൂറായിരിക്കും കണ്ടോ അത്രേ ഉള്ളടാ അത്രേ ഉള്ളു ഇവരെങ്കിലും മതി. ഇന്നലെ അല്ല ഇന്ന് രാവിലെ അല്ലേ? ആ നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത് ഇന്ന് രാവിലെയാണ്. അതെ ഇന്നലെ തൊപ്പിയൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളൊരു ലൈവ് വരും. അത് കഴിഞ്ഞിട്ട് നാളെ ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ആവുക. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇത് നാളെ ഇടും. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും തെറി വിളിയും ഇതുവെല്ലാം വരും നമുക്കറിയാം. കാരണം കുറേ എന്താന്ന് ഞാൻ കുണ്ടൻ പിന്നെന്തൊക്കെയാ വെള്ളം ഡ്രഗ് യൂസ് പല സാധനങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഡ്രഗിൻ്റെ ഞാൻ ഇപ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി. ഓൻ ഓപ്പൺ ചാലഞ്ച് നടത്തിയ കാര്യമാണ് ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഉറങ്ങിയിട്ട് പോലുമില്ല, ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഇത് ജാസിയും ചെയ്യുന്നുണ്ട്. ജാസിക്കും അങ്ങനെ ഒരു അലിഗേഷൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിവൃത്തിയില്ലടാ. അതെ, ഇത് ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കും. അതെ, നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് പൈസയോ പവറോ ഫെയിമോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സത്യം നിങ്ങളെ കാണിച്ച് മാത്രമേ മനസ്സിലാക്കി തരാൻ വേണ്ടി പറ്റൂ. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കണം. കാരണം എൻ്റെ വണ്ടി എന്നാണ് പറയുന്നത്, ഓൻ്റെ വണ്ടി എൻ്റെ പേരിലാണ് ഓൻ രജിസ്റ്റർ ചെയ്തത് ബിനാമിയായിട്ട് എന്നെ പറ്റി ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും. കാരണം ഓൻ്റെ ആദ്യത്തെ വണ്ടി പോയത് MDMA കേസിലാണ് ഓൻ്റെ ആദ്യത്തെ വണ്ടി പോയത്. അപ്പം ഈ വണ്ടിയും ഓൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ തലയിലിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ കുടുങ്ങും. മനസ്സിലായോ? മുൻകൂട്ടി നമ്മൾ സ്റ്റേഷനിൽ പോയിട്ടൊന്ന് പറയും. അതെ, ഞാനിപ്പോൾ ഒരു പരാതി കൊടുക്കും. എൻ്റെ വണ്ടി കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പരാതി കൊടുക്കും. അത് ഞങ്ങൾക്ക് ഓൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടല്ല ഗൈസ്. ഈ പറഞ്ഞ പോലെ നാളെ ഓൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ തലയിൽ ഇതുണ്ടാവും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കുക. നമുക്ക് ഡ്രഗ് എന്തെങ്കിലും നാളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കരുത്, നമ്മുടെ കൈമിൽ വണ്ടി ഇല്ല എന്നുള്ള രീതിയിൽ. അതെ കാരണം നാളെ ഓനെ ഇല്ല് കഞ്ചാവോ ഈ പറഞ്ഞ MDMA ഓൻ കിടത്തിയിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ പേരിൽ ഷമീറാന്ന് കിടത്തിയത്. ഷമീറിൻ്റെ ഇല്ല വണ്ടി ശരിക്കും എന്നെ എന്തോന്നു എൻ്റെ പ്ലാനിങ്. പിന്നല്ലാണ്ട് കാരണം വണ്ടി എന്തോ ഞാനാ പറയുന്നത്. ഒരു 5 ദിവസം മുമ്പ് വരെ റാംബോ സ്റ്റോറി ഇട്ടപ്പോൾ അതിലുണ്ട് ഇവൻ്റെ വണ്ടി. ആ റീലുണ്ട്, റീലോ സ്റ്റോറിയോ എന്തിലും ഉണ്ട്. അത് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എങ്ങനെ ഈ പച്ചക്കളവ് പറഞ്ഞ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അറിയില്ല കേട്ടോ. നമ്മളെന്തായാലും അങ്ങനെയല്ല. ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് അത് അറിയുണ്ടാവും, വരാൻ പോകുന്ന ലൈവ്. നമ്മളങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ തെളിയിക്കും. നമ്മളെ നിരവാദിത്വം തെളിയിക്കാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരോ ഈ ഫെയിമോ ഇവൻ പറയുന്ന പോലെ കുറേ ആൾക്കാരെ ബലോ പിടിപാടോ പൈസയോ അതൊന്നും നമുക്കില്ല. നമ്മൾ സാധാരണക്കാരാണ്, മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എവിടെയാണ് ഇത് തൃപ്പൂണിത്തറ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലാബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുക. ബസ് കുറച്ച് മുമ്പോട്ടായിട്ടാണ് നിർത്തുക. അപ്പോൾ ഒരു 700 മീറ്റർ നടക്കണം. അപ്പോൾ ആദ്യം ലാബ് ടെസ്റ്റ് നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണിച്ചു തരാം. മെട്രോപോളിസ് നാറ്റം പറഞ്ഞിട്ടാണ് നമ്മൾ അപ്പോളോയിൽ പോകാനാണ് നിന്നത്. പക്ഷേ അപ്പോളോയിൽ വിളിക്കുമ്പോൾ എന്തോ ഇംഗ്ലീഷോ ഹിന്ദി എന്നെല്ലാം ചോദിച്ചാൽ അവരാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മൾ മറ്റേ ഇതൊക്കെ എന്താ പിൻകോഡെല്ലാം ചോദിച്ച് പിൻകോഡെല്ലാം പറഞ്ഞു ഏതോ ഹിന്ദിക്കാരനോ ഡൽഹിയിൽ ആരോ ഉള്ള ആളെ ഫോൺ എടുക്കുന്നത്. 2 അപ്പോളോയിൽ വിളിച്ചു. പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും ലാബ് പോകണം, അത്രേ ഉള്ളൂ. മെട്രോപോളിസാണ്. ഞാൻ ഇത്ര ഒരു 6 മാസം 1 വർഷത്തിൻ്റെ ഇടയിലായിട്ട് ഒന്നും യൂസ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അത്രേ ഉള്ളൂ. ഇതാണോ നിങ്ങളെ റിപ്പോർട്ടെല്ലാം അല്ലേ? വെയിറ്റ് ചെയ്യാൻ റിപ്പോർട്ട് ഇന്ന് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വേറെ ലാബ് നോക്കണം, സ്പീഡായിട്ട് കിട്ടുന്നത്. അപ്പോളോ എന്തെങ്കിലും നോക്കണം. അടുത്തുണ്ടോ? 3 എത്ര? മെട്രോപോളിസ് ഉണ്ട് 3 വൈറ്റ്. ഇത് മെട്രോപോളിസ് അല്ലേ? ഇല്ല, ഇത് GMR. ഇവരെ ആക്യുറേറ്റ് ആണെന്നല്ല പറയുന്നത്. ഇപ്പം ഇത് കാണിച്ചു വെച്ച് ട്രാക്ക് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എവിടെയെന്ന് വെച്ചാൽ അവർ പറയുന്ന സ്ഥലത്ത് നമുക്ക് പോവാം. ചോദിച്ചോ, ഡീറ്റെയിൽസ് പറയട്ടെ. അതെ, ഈ ടെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കിട്ടൂല, 3 ദിവസം എന്തോ എടുക്കുമെന്നാണ് പറയുന്നത്.
അല്ല 3 ദിവസം എടുക്കൂലേ? ആ 2-3 ദിവസം എടുത്താലേ ഇത് കിട്ടൂന്നാ പറയുന്നത്. അപ്പോൾ അതെടുത്ത് എന്തായാലും അത് നമ്മൾ എന്തായാലും കാണിച്ചു തരും ഗൈസ്. അതെന്തായാലും നമ്മൾ കാണിക്കേണ്ട പോലെ. അതെവിടെയാ? ലൈവ് ലാബ് ഒന്ന് നോക്കടാ അത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ 3 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര ഏകദേശം ഒരു 5000 വരാം. ഹൈടെക് ലാബല്ലേ? എല്ലാരും ഒരു ഇതുപോലെ നോക്കുന്നു. എല്ലാരും എന്തോ ഒരു ഇതുപോലെ നോക്കുന്നു. ഞങ്ങൾക്കൊന്നുമല്ലടാ, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും മനസ്സിലാവണം. അത് മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് വേറെ ലോകത്തൊരാൾ ഞങ്ങൾക്ക് തരണം. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും മനസ്സിലാവണം. അവരൊറ്റ കാര്യമുള്ളൂ നമുക്ക്. അവർ അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾ പറഞ്ഞ പോലെ ഓളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ കണ്ണോടെ ഓളെ നോക്കാൻ അത് ഞാൻ വേട്ടെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ തോറ്റടാ. അത് പറ്റൂല. അയ്യോ അല്ല, ഞാൻ പറയട്ടെ, കുറച്ച് അർജൻറ്റാണ്. ഇന്ന് വൈകുന്നേരം കിട്ടുമെങ്കിൽ ഇപ്പോൾ കാര്യമുള്ളൂ. ആ അവിടെ 5 ദിവസമല്ല പറയുന്നത്. 5 ദിവസം കൊണ്ട് 5 ദിവസം കഴിഞ്ഞിട്ടൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. അത്രയും റെയറാണ് ടെസ്റ്റ്. എല്ലായിടത്തും പോകുമ്പോൾ 10 ദിവസം 5 ദിവസം എന്നൊക്കെ പറയുന്നു. അതെയല്ലോ. ഇല്ലടാ, ഈ ഗൾഫിലെല്ലാം പോകാൻ പറ്റില്ല. അതും അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്തിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും നോക്കാം, അറിയാം. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഈ പറഞ്ഞ പോലെ പരാതി കൊടുക്കാം. ആ വോയിസ് ക്ലിയർ ആണെന്ന് അറിയില്ല, മൈക്ക് ജാസ്തി ബ്ലോഗ് എടുക്കാം. അപ്പോൾ ഇതാ ഈ പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടി കളവ് പോയതാ. ആ സാർ, ഈ പരാതി കൊടുക്കുന്ന സ്ഥലം ഒരു വണ്ടീൻ്റെ ഒരു ഫോർച്യൂണർ ഉണ്ട്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. ഓന് എൻ്റെ പേരിൽ ആക്കിയതാണ്. പക്ഷേ ഇപ്പം ഞാനും അവനുമായിട്ട് അത്ര ഇതിലല്ല. അപ്പോൾ ഓൻ എന്തെങ്കിലും അതിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലം എൻ്റെ ശരിക്കുള്ള സ്ഥലം കണ്ണൂരാ. വണ്ടി അവൻ്റെ പൈസക്ക് എടുത്ത വണ്ടിയാ. വണ്ടി കണ്ണൂര് തന്നെ കൊടുത്ത. പക്ഷെ ഇവിടെ വണ്ടി ഉള്ളത് ഇപ്പൊ കൊച്ചിയിലുള്ള. കൊച്ചിയിൽ വരാപ്പുഴയിൽ വണ്ടിയുണ്ട്. ഇവിടെ തരാൻ പറ്റില്ല. അപ്പോ ഈ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റില്ല, വരാപ്പുഴയിൽ കൊടുക്കാന്നാ പറയുന്നത്. പക്ഷെ വരാപ്പുഴ പോയാ പേടിയാന്ന് കഴിച്ചു. വരാപ്പുഴ പോയാ നമുക്ക് ഓൺലൈൻ കൊടുക്കാൻ പറ്റുമോ? ആ ഓൺലൈൻ്റെ ആയിരുന്നു നോക്കാം. വരാപ്പുഴ പോയാൽ മിക്കവാറും എന്താ ചെയ്യാന്ന് പറയാൻ കഴിയില്ല. പേടിയാണ്, സത്യം പറഞ്ഞ ഉമ്മാനെ പേടിയാണ്.